ആദ്യം മുതൽ അവസാനം 1 മുതൽ 12 പടികൾ, അതിലൂടെ ഒരു 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 യാത്ര സാധിച്ചു. അത് എനിക്ക് വളരെ ഗുണം ചെയ്തു, എല്ലാം തട്ടിക്കുടഞ്ഞൊക്കെ നോക്കാൻ. അതിനുശേഷം ആ 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തിലെ, മലയാളം പുസ്തകത്തിലെ 12 പടികളും പുസ്തകത്തിലെ പാരമ്പര്യങ്ങൾ, 1 മുതൽ 12 വരെയുള്ള പാരമ്പര്യങ്ങൾ, അതിന് അന്ന് ഷെയർ ചെയ്യാൻ അവലംബിച്ച മറ്റ് പുസ്തകങ്ങൾ എ കംസ് ഓഫ് ഏജും പ്രതിദിന മനനങ്ങൾ മലയാളം ഒക്കെ ആയിരുന്നു. അതിനെ തുടർന്നാണ് പിന്നെയും നമ്മുടെ ചില ലഘുലേഖകളിൽ കൂടെ അംഗങ്ങൾ തന്നെ ശ്രദ്ധപ്പെടുത്തുകയും നമ്മുടെ ഗ്രൂപ്പിൽ അതിനെക്കുറിച്ച് പലപ്പോഴും അംഗങ്ങൾ തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് പാംലെറ്റ്സ് ഒക്കെ പലപ്പോഴായിട്ട് തട്ടിയെടുത്തപ്പോ അതില് പഴയ ഈ നമ്മുടെ 7 ട്രഡീഷനെ സംബന്ധിച്ചുള്ള ഒരു പാംലെറ്റ്, അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലെ സേവകര് വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത ഒരു പാംലെറ്റ്, ഒരു ലഘുലേഖ, ട്രഡീഷൻ ഹൗ ഇറ്റ് ഡെവലപ്പ്, നമ്മുടെ പാരമ്പര്യം എങ്ങനെയാണ് വികസിച്ചത്. അത് ആ ലഘുലേഖ വാസ്തവത്തിൽ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ലഘുലേഖ വായിക്കുന്നത്. ഞാൻ മിക്കവാറും ഒക്കെ 12 പാരമ്പര്യങ്ങൾ വായിച്ച് കടന്നു പോയിരുന്നു. ആഴത്തിലോട്ട് അതിന്റെ സൂക്ഷ്മ വശങ്ങളിലോട്ട് ഇറങ്ങി ചെന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നതിന് ശേഷം, ഇത്രയും വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഈ പാംലെറ്റ് വായിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. ഇംഗ്ലീഷിലുള്ള ഒരു ലഘുലേഖയാണ്. സോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യത്തിലോട്ടും വളരെ സൂക്ഷ്മമായ വശങ്ങളിലോട്ട് ഇറങ്ങിച്ചില്ല. കാരണം 12 പാരമ്പര്യങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ എൻ്റെ ശ്രദ്ധയിലും പെട്ടില്ല. പക്ഷെ അത് ഇപ്പോൾ ഈ ഗ്രൂപ്പ് ഒരു അവസരം തന്നപ്പോൾ, പലവട്ടം റിമൈൻഡ് ചെയ്തപ്പോൾ പാംലെറ്റ് എടുത്തു. ഇത് വളരെ ലഘുവായിട്ടുള്ള ഒരു പുസ്തകം, ഒരു ലഘുലേഖ, ചെറിയ ലഘുലേഖ. ഇതിന് ഏകദേശം ഒരു ചെറിയ ഒരു A4 പേപ്പറിന്റെ, നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സ്റ്റൈലിലുള്ള ഒരു പുസ്തകം. ഏകദേശം 50 പുറങ്ങളുണ്ട് അതില്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇതില് ബിൽ വിൽസൺ എഴുതിയിട്ടുള്ള ആമുഖം തുടങ്ങി ഏകദേശം 10ഓളം ചെറു ലേഖനങ്ങൾ. അതില് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് പീസുകൾ എന്നാണ്. എന്തായാലും ചെറു കഷ്ണങ്ങളെന്നോ അല്ലെങ്കിൽ ചെറു ലേഖനങ്ങൾ, വളരെ നമ്മുടെ പല പാരമ്പര്യങ്ങളും രൂപം കൊണ്ടത് എങ്ങനെ എന്നുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷെ അതിലെ ചില ഭാഗങ്ങൾ ഈ പാംലെറ്റിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങൾ എങ്ങനെ വികസിച്ചു വന്നു, അത് ഈ ഗ്രൂപ്പ് എന്നോട് ഇത് അവതരിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പലതവണ ഒഴിഞ്ഞു മാറി. കാരണം ഇംഗ്ലീഷ് പുസ്തകം, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സമയമില്ലായ്മ. പക്ഷെ ഇന്ന് കഴിഞ്ഞ ദിവസവും ഇത് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. ഇന്ന് രാവിലെ ഞാൻ ഈ ട്രഡീഷന്റെ ഈ ട്രഡീഷൻ ഹൗ ഇറ്റ് ഡെവലപ്ഡ് എന്ന് ബിൽ വിൽസൺ എഴുതിയ ഈ ചെറു ലഘുലേഖ എടുക്കുകയും, എനിക്കിന്ന് ജോലിയുണ്ട്, ഔദ്യോഗികമായിട്ട് എൻ്റെ ജോലിയുണ്ട്. ആ സമയത്തൊക്കെ, പകൽ സമയമൊക്കെ പലവട്ടം ഈ ലഘുലേഖയിലൂടെ മറിച്ചു നോക്കുകയൊക്കെ ചെയ്തപ്പോൾ വാസ്തവത്തിൽ ഒരു കാര്യം എനിക്ക് വ്യക്തമായി. കാരണം ഇതിലൂടെ കടന്നു പോയപ്പോൾ എനിക്കുണ്ടായ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്, ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിലെ എനിക്ക് മുമ്പേ കടന്നുപോയ പഴയ കുടിയന്മാരെ ഞാൻ അവരെ മനസ്സിൽ ഓർത്ത് കൈകൊണ്ട് തൊഴുതു. അത് മാത്രമല്ല, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഇതിലേക്ക് കയറി വരാനുള്ള കവാടങ്ങളുടെ വിസ്തൃതി, അതിന്റെ എളിമ, ഇതെന്നെ വല്ലാതെ വികാരാധീനനാക്കി. എൻ്റെ മനസ്സിലേക്ക് എന്താണ് പറയേണ്ടത്, വല്ലാത്ത
ഉൾക്കാഴ്ച എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് ഈ ലഘു ലേഖ അത് തന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ ലഘുലേഖയിൽ ഏകദേശം 10ഓളം വിഷയങ്ങൾ. അതിൽ ഒന്നാമത്തത് ആരാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗം, രണ്ടാമത്തത് ആശുപത്രികളും എയും, മൂന്നാമത്തത് ആൽക്കഹോളിക്സ് അനോണിമസിലെ ക്ലബ്ബുകളെ സംബന്ധിച്ച്, നാലാമത്തത് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസും പുറമേ ഉള്ള സംരംഭങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതിലെ പ്രശ്നങ്ങൾ, മറ്റൊരു വിഷയം ബിൽ വിൽസൺ എഴുതിയിരിക്കുന്നത് പണത്തെ സംബന്ധിച്ചാണ്, മറ്റൊന്ന് എയും മദ്യാസക്തിയും എന്ന് പറയുന്ന തലക്കെട്ട്, മറ്റൊന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന് ഒരു വ്യക്തിപരമായിട്ടുള്ള ഭരണകൂടം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം, പിന്നെ ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ടതെന്ന് തന്നെ പറയാവുന്ന ഒന്ന് അനാമധേയത്വത്തെ കുറിച്ച് 1946 എഴുതിയ ഒരു ചെറുലേഖനം, പിന്നെ ഉള്ളത് എന്തുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ് അജ്ഞാതമായിട്ടിരിക്കുന്നു 1955. ഇത് രണ്ടും അനാമധേയത്വത്തെ കുറിച്ചുള്ള. അത് കഴിഞ്ഞ് ബിൽ വിൽസൺ 20 വർഷത്തിന് ശേഷം അദ്ദേഹം അനോണിമിറ്റിയെ കുറിച്ച് എഴുതിയ ഒരു ചെറിയ ലേഖനം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ലഘുലേഖയിലുള്ളത്. അതിൽ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് എൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് ഇന്ന് ആദ്യത്തെ ഈ ലഘുലേഖയിലെ ആദ്യത്തെ ഒരു ടോപ്പിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മൂന്നാമത്തെ പാരമ്പര്യത്തിനെ കുറിച്ചുള്ള ടോപ്പിക്കാണ്. ആരാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗം? അപ്പോൾ ഇതിന്റെ തുടക്കം മുതൽ ഇതിന്റെ ഫോർവേഡ് മുതലുള്ള ഭാഗങ്ങളും ഒന്നാമത്തെ പാരമ്പര്യവും ഇന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതുന്നു. പാരമ്പര്യങ്ങളും അതിലെൻ്റെ അനുഭവങ്ങളും ഒരുപക്ഷെ ഉണ്ടാവും. ഞാൻ ഇന്ന് ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു രംഗം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു പ്രദേശത്തെ ഡെലിഗേറ്റ് ആയിട്ട് തിരഞ്ഞെടുത്ത സേവകനായിരുന്നു ഞാൻ. അതിൻ്റെ ഭാഗമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജനറൽ സർവീസ് കോൺഫറൻസിൽ പങ്കെടുത്തു. അന്ന് പങ്കെടുക്കാൻ അവിടെ പോയപ്പോൾ ജനറൽ സർവീസ് കോൺഫറൻസിൽ ഏകദേശം 60ഓളം 40-50 മുകളിലുള്ള ഡെലിഗേറ്റ്സ് അവിടെ ഉണ്ട്. ഈ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റ്സിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ്. അപ്പോൾ ഞാൻ പരിചയിച്ചു വെച്ചിരുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ സെറനിറ്റി പ്രയറോടുകൂടി ആരംഭിക്കും, സെറനിറ്റി പ്രയറോടുകൂടി അവസാനിക്കും. അതെൻ്റെ ധാരണ. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു വലിയ നിലവിളക്ക് കൊളുത്തിയിട്ട് നിലവിളക്ക് വെച്ച് ഒരു 5 തിരിയിട്ട് ആ വർഷത്തെ ജനറൽ സർവീസ് കോൺഫറൻസ്, നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ച് വളരെ പരിപാവനമായിട്ട് കാണുന്ന ഒന്ന് നമ്മുടെ ജനറൽ സർവീസ് കോൺഫറൻസ്. അത് സർവീസ് സ്ട്രക്ചറിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അതിന് അത്രയും വളരെ ബഹുമാനമായിട്ട ഒരു ഇടമാണത്. അപ്പോൾ അവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു വിളക്ക്, വലിയൊരു വിളക്ക് വെച്ചിട്ട് അതിന് തിരി കൊളുത്താൻ പോവുകയാണ്. അപ്പോൾ ഉദ്ഘാടന സെഷൻ വരുന്നു. അപ്പോൾ ആ ഉദ്ഘാടന സെഷന് മുമ്പേ ഉള്ള സെഷന് ഞാൻ എഴുന്നേറ്റ് നിന്ന് എനിക്കൊരു അപ്പോൾ വേദിയിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജനറൽ സർവീസ് കോൺഫറൻസ്, മുമ്പേ നടക്കുന്ന കോൺഫറൻസിന്റെ വേദിയിൽ ഇലക്ടഡ് ആയിട്ടുള്ള തിരഞ്ഞെടുത്ത ട്രസ്റ്റീസ് ഇരിപ്പുണ്ട്. ജനറൽ സർവീസിന്റെ ചെയർമാൻ, വിവിധ ട്രസ്റ്റികൾ, ഖജാൻജി, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ട്രസ്റ്റിമാര്. അപ്പൊ ഞാൻ എഴുന്നേറ്റ് നിന്നു. അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല, ഹിന്ദി അത്ര ഫ്ലുവൻ്റ് അല്ല. അപ്പൊ ഞാൻ മുക്കിയും മൂളിയും പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മളെ ആൽക്കഹോളിക്സ് അനോണിമസിന് ഇങ്ങനെ സെറനിറ്റി പ്രയർ പറഞ്ഞിട്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്താൽ പോരെ? ഈ നിലവിളക്ക് കൊളുത്തുന്നത് ശരിയാണോ? ഇനി നിലവിളക്ക് കൊളുത്തുമ്പോൾ അത് നിലവിളക്ക് കൊളുത്താൻ ബുദ്ധിമുട്ടുള്ള ചില വിവാദമുള്ള മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? പിന്നെ നിലവിളക്കിൽ 5, 6, 7, 8 തിരിയല്ലേ ഉള്ളൂ.
അപ്പൊ 8 നേതാക്കൾക്ക് മാത്രം ഉദ്ഘാടനം ചെയ്യാൻ മതിയോ? ഇതൊക്കെ ഔട്ട്സൈഡിലുള്ള രീതികളല്ലേ, നമുക്കിത് വേണോ എന്ന് മലയാളത്തിലും ഒക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചു. ചിലർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് എന്നോട് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിലെ ആ സെഷൻ കണ്ടക്ട് ചെയ്തിരുന്ന ട്രസ്റ്റിമാര് എന്നോട് പറ്റുമെങ്കിൽ ആ ഹാളിന്റെ പുറത്തേക്കൊന്ന് ഇറങ്ങി നിൽക്കാമോ എന്ന് ചോദിച്ചു. കാരണം ഒരു തുറന്ന ചർച്ച നടക്കുമ്പോൾ ചിലപ്പോൾ എന്നെ കഠിനമായിട്ട് വിമർശിക്കുന്നത് ഒരു നവാഗതനായിട്ടുള്ള എന്നെ മുറിവേൽപ്പിച്ചാലോ എന്ന് ഭയന്നിട്ടും എന്നോടുള്ള കരുതൽ കൊണ്ടും എന്നോട് ആ കോൺഫറൻസ് ഹാളിന്റെ പുറത്ത് വളരെ സൗമനസ്യത്തോടും വളരെ സ്നേഹത്തോടും ഒരു അല്പനേരം മറ്റൊരു മുറിയിൽ പോകാമോ എന്ന് ചോദിച്ചു. ഞാൻ പോയി. തിരിച്ചു വന്നപ്പോ ഞാൻ കണ്ടത് അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ആ നിലവിളക്ക് റൂമിന്റെ വശത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. എന്നിട്ട് അവര് ഗ്രൂപ്പിന്റെ മനസാക്ഷി ഒരു തീരുമാനമെടുത്തത്, നിലവിളക്ക് കൊളുത്തുന്നതിൽ ഒരു തെറ്റുമില്ല എങ്കിലും ഒരു അംഗം അദ്ദേഹത്തിന് അത് വിസമ്മതം, വിയോജിപ്പ് പ്രകടിപ്പിച്ചത് കൊണ്ട് ഈ വർഷത്തേക്ക് ഞങ്ങള് നിലവിളക്ക് കൊളുത്തുന്നില്ല, മറിച്ച് സെറിനിറ്റി പ്രെയർ പറഞ്ഞ് ഈ യോഗം, ഈ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാനത് ഒരു സമയത്ത്, ആ സമയത്ത് രക്തത്തിളപ്പുണ്ടായിരുന്ന സമയത്ത് ഞാനൊരു വലിയ തിരുത്തൽ നടത്തി എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിനെ നേരെ ചൊവ്വേ നടത്താൻ ഞാനൊരു പുതു വിപ്ലവകാരിയായിട്ട്, ഇതാ കണ്ടില്ലേ, എയുടെ സംരക്ഷകനും രക്ഷകനും എന്നുള്ള ഒരു ഭാവം എൻ്റെ മനസ്സിലുണ്ടായി. അത്തരത്തിലുള്ള അഹങ്കാരം കലർന്ന, അത്ര കണ്ട് പാകതയില്ലാത്തതാണെങ്കിലും പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മുന്നോട്ടുള്ള പോക്കിന് അതെന്ത് ഗുണം ചെയ്തു എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. കാര്യം ഞാൻ വലിയ അളവിൽ വിമർശനം നേരിട്ടു. പക്ഷേ ഇന്ന് എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യം രൂപം കൊണ്ടത് എന്ന് സാക്ഷാൽ ബിൽ വിൽസൺ എഴുതിയിരിക്കുന്ന ഈ പുസ്തകം, ഈ ലഘുഗ്രന്ഥത്തിലൂടെ കടന്നുപോയപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഓരോ അംഗത്തിൻ്റെയും ആ അംഗത്തിന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഏതൊക്കെ മേഖലയിൽ ഇടപെടാമെന്നും എനിക്ക് മുമ്പേ നടന്നുപോയ പൂർവ്വസൂരികൾ അതിലെങ്ങനെയൊക്കെ ഇടപെട്ടു എന്നും കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പോ അത്ര വിശാലമായിട്ടുള്ള ഒരു തലമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ളത് ഞാൻ വീണ്ടും മനസ്സിലാക്കി. ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആമുഖമായിട്ട് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ ഒരു സന്ദർഭം ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്നത്തെ ആരാണ് എ അംഗം എന്നുള്ള ആ ഒന്നാമത്തെ ബിൽ വിൽസന്റെ ലേഖനത്തിലൂടെ കടന്നുപോയപ്പോ ചിലപ്പോഴൊക്കെ എൻ്റെ കണ്ണ് നിറഞ്ഞു. ചിലപ്പോഴൊക്കെ ഞാൻ വല്ലാതെ ആ ബിൽ വിൽസൺ സൂചിപ്പിക്കുന്ന കാലഘട്ടത്തിലെ ആ വാക്കുകൾ എന്നെ എൻ്റെ ആൽക്കഹോളിക്സ് അനോണിമസിലെ ചില അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോയി. ഞാൻ ഇന്ന് ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ അനുഭവത്തിലുള്ള ഒരു രംഗം ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു വിഭാഗവുമായിട്ട് ആശയപരമായിട്ടോ വ്യക്തി ശത്രുതയുടെ അടിസ്ഥാനത്തിലോ, കാരണം പലതും ആശയപരമായിട്ടാണ് തുടങ്ങുക, പിന്നീട് അത് വ്യക്തികൾ തമ്മിലുള്ള മത്സരമായിട്ട് മാറും. എൻ്റെ എയുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള ചില സംഘർഷങ്ങളുണ്ടായി. ആ സംഘർഷങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിൽ ആൽക്കഹോളിക്സ് അനോണിമസിലെ 2 ആൽക്കഹോളിക്സ് അനോണിമസിനെ നശിപ്പിക്കാൻ നടക്കുന്ന വ്യക്തിയായിട്ട് ഞാനും ആൽക്കഹോളിക്സ് അനോണിമസിനെ സംരക്ഷിക്കേണ്ട അംഗങ്ങളായിട്ട് എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മറ്റ് അംഗങ്ങൾ. അപ്പോ കസബ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറിന്റെ മുമ്പിൽ ഈ സംഘർഷാവസ്ഥ നടക്കുകയാണ്.
ഞാൻ കോഴിക്കോട് ഒരു തോളിലൊരു സഞ്ചി വിട്ട് ചെന്നപ്പോ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു അംഗം, അദ്ദേഹത്തിനെ കോഴിക്കോട് പലരും പറയുന്നത് ഒരു അബ്കാരി എന്നാണ്, ഗ്രൂപ്പിലെ അബ്കാരി. പക്ഷേ ആ പരിണിത പ്രജ്ഞനായിട്ടുള്ള ആ സന്മനസ്സുള്ള ആ അംഗം, അദ്ദേഹം രോഷാകുലരായിട്ടുള്ള, എന്നെപ്പോലെ തന്നെ വൈകാരികമായിട്ട് പ്രതികരിച്ചേക്കാവുന്ന മറ്റ് അംഗങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിച്ചുകൊണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ പോവുകയും തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവരികയും തിരുവനന്തപുരത്തേക്ക് എന്നെ ബസ് കയറ്റി വിടുകയും ചെയ്തു. അത് എൻ്റെ ആശയങ്ങളോട് അദ്ദേഹം 100% ശരിയാണെന്നോ അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നതോ കൊണ്ടല്ല എന്ന്, ഞാൻ പാരമ്പര്യങ്ങൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, ആരാണ് അംഗം എന്ന് ബിൽ വിൽസന്റെ ലേഖനം വായിച്ചപ്പോ എന്തുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ അത്രത്തോളം വിവാദമുണ്ടായിട്ടും ആ പഴമക്കാര് എന്നെ ചേർത്ത് പിടിച്ചതെന്ന് ഞാൻ ഇന്നാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയത്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ, നാളെ എൻ്റെ മുമ്പിലും ഒരു ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗം ഒരുപക്ഷെ എത്തിപ്പെട്ടേക്കാം. ആ അംഗം എത്തിപ്പെടുമ്പോൾ അയാൾ എൻ്റെ അടുത്ത് ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ഞാൻ അയാളിലേക്ക് പെട്രോൾ ഒഴിച്ചു കൊടുക്കില്ല, അയാളിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കില്ല, ഞാൻ ആ പ്രശ്നം ആളിക്കെത്തിക്കില്ല. മറിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വിസ്ഡം, വിവേകം, അനുഭവത്തിലൂടെ കടന്നു വന്ന വിവേകം ആ വ്യക്തിയുമായിട്ട് പങ്കുവയ്ക്കും. മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ, കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങളുടെ മറ്റൊരു വാക്ക് മറുകര എന്നാണ്, ദി അതർ സൈഡ്. തികച്ചും സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്ന് അതിലൂടെ പോയി അതിൻ്റെ ആ അവസ്ഥകളിലൂടെ രൂപാന്തരം വന്ന് മറുകരയിലെത്തുന്ന ഗ്രൂപ്പുകളും ആ ഗ്രൂപ്പുകളിലുള്ള മനുഷ്യരും, ആ മനുഷ്യര് അവരുടെ അനുഭവത്തിന്റെ ആകെ തുക എഴുതി വെച്ചിരിക്കുന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യം. അപ്പോ ആ പാരമ്പര്യങ്ങൾ എങ്ങനെ വന്നു എന്നുള്ള നാൾ വഴി ബിൽ വിൽസൺ ഇവിടെ എഴുതി വെക്കുന്നു. അപ്പോ ഞാൻ ഈ പാരമ്പര്യങ്ങളുമായിട്ട് ഇന്നത്തെ ഈ പാരമ്പര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഇന്നത്തെ വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് അതിനൊരു പശ്ചാത്തലം ഒരുക്കുകയാണ്. ഇത് ഒരു ശവക്കല്ലറ തുറന്ന് ആ ശവക്കല്ലറയ്ക്കകത്തുള്ള അസ്ഥികൂടങ്ങൾ വാരി വിതറുന്ന ഒന്നല്ല ഞാൻ ഷെയർ ചെയ്യുന്നത്. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ട് അതിൻ്റെ മറുകര കണ്ട ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള തിരിച്ചറിവുകളും ആ അനുഭവങ്ങളുമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഞാൻ ഒരു കാര്യത്തിൽ കൂടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒരുപക്ഷെ നവാഗതര് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ചില പഴമക്കാരടുത്ത് പോയി ഒരു അഭിപ്രായം ചോദിച്ചാൽ ആ പഴമക്കാര് ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് യെസ് ഓർ നോ എന്നുള്ള മറുപടി തരില്ല. അപ്പോ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒപ്പമുള്ള ഒരു 20 വർഷക്കാരൻ അയാളെക്കാളും മികച്ചവനാണ് ഞാനെന്ന് വേറൊരു നവാഗതം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ലഡ്ഡു പൊട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഈ ക്രിമിക്കൽ പരിപാടിയായിട്ട് എൻ്റെ അടുത്ത് വരുന്ന മെമ്പറിൻ്റെ അടുത്ത് ഞാൻ പറയും, ഫോൺ വെച്ചിട്ട് സ്ഥലം വിട്ടോളാൻ പറയും. കാരണം ഈ മറുകര എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതാണ്. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിലെ ചില പഴമക്കാരടുത്ത് യിലെ ഗ്രൂപ്പിനെ സംബന്ധിച്ചോ 2 അംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചോ തുമ്മി ചുമച്ചു എന്നുള്ള വിഷയത്തെക്കുറിച്ചോ അഭിപ്രായം ചോദിക്കുമ്പോൾ അത്തരം വ്യക്തികൾ
ചിലപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, എങ്ങും തൊടാത്ത മറുപടി പറയും. അപ്പൊ അവരെ ചില അംഗങ്ങൾ പറയുന്ന വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവന്മാരൊന്നും പഴമക്കാരമല്ല, ഇവനൊക്കെ കിഴങ്ങന്മാരെന്നാണ്. അപ്പോ ഇന്ന് ഞാൻ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ഈ വാക്ക് പറയുമ്പോ ആ കിഴങ്ങന്മാരുടെ ലിസ്റ്റില് ഞാനും കൂടെ ചേർന്നല്ലോ, മനസ്സുകൊണ്ട് ഞാനും ഒരു കിഴങ്ങനായല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് സന്തോഷമുണ്ട്. ഞാനൊരു കിഴങ്ങനായിട്ട് മാറേണ്ടതിൻ്റെ കാര്യം കൂടുതൽ വ്യക്തമായത് ഈ ട്രഡീഷൻ എങ്ങനെയാണ് വികസിച്ചതെന്നുള്ള ബിൽ വിൽസന്റെ ആ കുറിപ്പുകളിലൂടെ കടന്നുപോയപ്പോൾ കൂടെ ഉണ്ട്. കാരണം ആരാണ് അംഗം എന്ന ചോദ്യത്തില് അദ്ദേഹം എഴുതുന്ന കുറിപ്പുകൾ നമ്മുടെ മൂന്നാമത്തെ പാരമ്പര്യത്തിൽ പലവട്ടം വായിച്ചിട്ടുള്ളതാണെങ്കിൽ കൂടിയും അത് വീണ്ടും അതിൻ്റെ ചില സൂക്ഷ്മ വശങ്ങളിലോട്ട് പോയപ്പോൾ ആ ചരിത്ര സംഭവങ്ങൾ ഇത് വായിക്കുമ്പോൾ അക്ഷരങ്ങളല്ലല്ലോ കാണുന്നത്. 1930കളില് ബിൽ വിൽസന്റെ ഒപ്പം മനസ്സുകൊണ്ട് നടക്കുകയാണ്. ആദ്യത്തെ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു, രണ്ടാമത്തെ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. ഗ്രൂപ്പുകളിൽ പണത്തിന്റെയും അധികാരത്തിന്റെയും നേതൃത്വത്തിന്റെയും അഭിമാനത്തിനും വേണ്ടിയുള്ള ശണ്ട കൂടുന്നു. ഒട്ടേറെ സങ്കല്പിക്കാൻ കഴിയുന്നത്ര ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോ ആ പ്രശ്നങ്ങള് അതിൽ നിന്നാണ് ഈ ട്രഡീഷൻ വന്നത്. അപ്പോ ഞാൻ ഈ ലഘുലേഖയിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ പഴമക്കാർ പലപ്പോഴും ഈ വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്നുള്ള ശൈലി എടുക്കാത്തത് എന്തുകൊണ്ടെന്ന് ഈ ലഘുലേഖ കൂടെ വായിക്കുമ്പോൾ എനിക്കത് കൂടുതൽ വ്യക്തമായി. പരിണിത പ്രജ്ഞരായിട്ടുള്ള മനുഷ്യർ അവരുടെ ഡിക്ഷണറിയിൽ നിന്ന് വിധിക്കൽ എന്നുള്ള വാക്ക് പലപ്പോഴും അപ്രത്യക്ഷമായി പോകുന്നു. ആ വിധിക്കൽ എന്നുള്ള വാക്ക് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഒരുപക്ഷെ കസബ പോലീസ് സ്റ്റേഷനിലേക്ക് ആ പരിണിത പ്രജ്ഞനായിട്ടുള്ള എൻ്റെ മുതിർന്ന സഹോദരൻ എന്നെ സംരക്ഷിച്ചു കൊണ്ടുപോയത്. എൻ്റെ വീട്ടിലിരിക്കുന്ന വയ്യാത്തൊരു സ്ത്രീയും ഒരു കൊച്ചു കുഞ്ഞിനെയും ആ മനുഷ്യൻ ഓർത്തിരിക്കാം. ഈ ഭ്രാന്തനായിട്ടുള്ള ഈ മനുഷ്യൻ എന്തെങ്കിലും പേക്കൂത്ത് കാണിച്ച് ഒരു അപകടം വരുത്തി വെച്ചാൽ ആ കുടുംബം അനാഥമായി പോയേക്കുമെന്ന് അവർ കരുതിയിരിക്കാം. അതുപോലെ തന്നെ ആ കസബ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ എതിരെ ഇരുന്ന ആവേശത്തോടെ ഇരുന്ന 10-20ഓളം അംഗങ്ങളിൽ എന്നെക്കാളും ശക്തരാണ് അവരിൽ ആരെങ്കിലും ഒരാള് നേരിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് വന്ന് കൈ വീശി എന്നെ ഒരടി അടിച്ചിരുന്നെങ്കിൽ ഞാൻ കോഴിക്കോട് ഏതെങ്കിലും ഓടയിൽ വീണ് കിടന്നേനെ. പക്ഷെ ആ സഹോദരങ്ങള് അവർ കൈപൊക്കിയില്ല. അവർക്കറിയാം എതിരെ ഇരിക്കുന്ന ആള് ഒരു അംഗമാണ്, ഒരു കുടുംബത്തിലെ വഴക്കാണ് ഇവിടെ നടക്കുന്നതെന്നാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പുകളിലും വ്യക്തികളിലും ഉണ്ടായത് മുതൽ ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായ പ്രശ്നങ്ങളിൽ നിന്നാണ് പാരമ്പര്യങ്ങൾ വികസിച്ചു വന്നത്. ബിൽ വിൽസൺ പറയുന്നത് ഉണ്ടായിരിക്കുന്ന കാലത്തോളം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും വളർന്നു വരും. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും കണ്ടെത്തേണ്ടിയും വരും. അപ്പൊ അങ്ങനെ ഇനി വരാനിരിക്കുന്ന കാലത്തും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആ പ്രശ്നങ്ങളെയും എങ്ങനെ പരിഹരിക്കണം, പരിഗണിക്കണം എന്നൊക്കെയുള്ള ഒരു പ്രവചന സ്വരത്തോടു കൂടിയുള്ള അസാധാരണമായിട്ടുള്ള ദീർഘവീക്ഷണത്തോടു കൂടി ബിൽ വിൽസൺ ഒരു ഈശ്വര പ്രേരിതമായിട്ട് വല്ലാത്ത തരത്തിലുള്ള മനസ്സിൽ എളിമപ്പെട്ടുകൊണ്ട് ഋഷി തുല്യമായിട്ടുള്ള പ്രവചന സ്വഭാവം വെച്ചുകൊണ്ട് ഒരു അംഗം തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളാണ്. അത് ശരിയാണ് എന്ന് എനിക്ക് ബോധ്യമാവുന്നത് ഇതിപ്പോ 2021 വർഷം. 1930കളിൽ തുടങ്ങുന്ന ഒരു സംഭവം. അതിനുശേഷം എത്രയോ കാലങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോഴും ആ വാക്കുകൾക്ക് അങ്ങേയറ്റത്തെ പ്രസക്തി. അപ്പോ ആമുഖമായിട്ട് ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. പാരമ്പര്യങ്ങൾ എങ്ങനെയാണ് വികസിച്ചത് ബിൽ വിൽസൺ എഴുതിയിരിക്കുന്നു. അതിന്റെ ഏറ്റവും മുൻവശത്തെ പുറത്ത് തന്നെ
വാസ്തവം പറഞ്ഞാൽ വളരെ വളരെ സരസമായിട്ടുള്ള ഒരു ഹെഡിങ് തന്നെയാണ്. ഒരു എന്താണ് ഒരു ടൂർ, ഈ നമ്മുടെ ചരിത്ര സംഭവങ്ങളിലേക്ക്, ആ ചരിത്ര സംഭവങ്ങളിലേക്ക് ഒരു യാത്ര. അത് നമ്മളെ നയിക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തനത് രൂപമായിട്ടുള്ള 12 പാരമ്പര്യങ്ങളുടെ ദൃശ്യത്തിലേക്കാണ്. ഇതാണ് ആ ഫ്രണ്ട് പേജിൽ എഴുതിയിരിക്കുന്നത്. തുടർന്ന് വരുന്ന കാര്യങ്ങള് ഈ ലഘുലേഖയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഞാനത് ഷെയർ ചെയ്യാം. അത് കുറെയൊക്കെ എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ ഷെയർ ചെയ്യാം. എന്തായാലും ഈ പാംലെറ്റ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഐക്യത്തെ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള തത്വങ്ങൾ, നമ്മുടെ തത്വങ്ങൾ അല്ലെങ്കിൽ എയുടെ ഐക്യത്തെ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള അത്യാവശ്യ ഘടകങ്ങൾ എങ്ങനെ ഉദയം കൊണ്ടെന്ന്, എങ്ങനെ അത് പൊന്തി വന്നു, എങ്ങനെ ഉദയം കൊണ്ടു, അതെങ്ങനെ മുന്നേറി, അതുപോലെ തന്നെ ഈ ഐക്യത്തെ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള അവശ്യ ഘടകങ്ങൾ വികസിച്ചതിന്റെ, അപ്പോ ഇതിനെ ഈ ലഘുലേഖ എയുടെ ഐക്യത്തെയും ഐക്യത്തെ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള അവ എങ്ങനെ ഉദയം കൊണ്ടെന്നും വികസിച്ചതിന്റെ നാൾ വഴി പറയുന്ന ലഘുലേഖ. ബിൽ വിൽസൺ എഴുതുന്ന ആമുഖത്തിൽ പറയുന്നത് 12 points to assure our future എന്നാണ്. നമ്മുടെ ഭാവി ഉറപ്പാക്കുന്ന 12 പോയിന്റ്സ്. അതിന്റെ ഭാഷയിലും അതുപോലെ തന്നെ അതിന്റെ ഒരു എഡിറ്റിങ്ങും അതിനെ ഒന്ന് ചുരുക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ സെക്കൻഡ് എഡിഷൻ അതും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലഘുലേഖയിൽ പ്രധാനമായിട്ടും അനാമധേയത്വത്തെ പറ്റി 2 ലേഖനങ്ങളുണ്ട്. ഒന്ന് ബിൽ വിൽസൺ ഫെലോഷിപ്പ് 11 വർഷം പ്രായമായപ്പോൾ എഴുതിയതും, മറ്റൊന്ന് 9 വർഷങ്ങൾ കൂടി കഴിഞ്ഞിട്ട് എഴുതിയത്. ഇത് നമ്മുടെ ഏറ്റവും മിതമായ രീതിയിൽ മാത്രം മനസ്സിലാക്കിയിട്ടുള്ള 11-12 പാരമ്പര്യങ്ങളെ കൂടുതൽ ആഴത്തിൽ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്. അനാമധേയത്വം എന്ന് പറയുന്ന ആദർശം, പ്രിൻസിപ്പൾ ബിഫോർ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോ അതിലേക്ക് ആ വിഷയത്തിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് വെളിച്ചം വീശുന്ന 2 ചെറു ലേഖനങ്ങൾ. തുടർന്ന് ഈ പുസ്തകത്തിന്റെ ഒരു ഫോർവേഡ് ബിൽ വിൽസൺ എഴുതിയിരിക്കുന്നു. അത് 1955 ബിൽ വിൽസൺ എഴുതിയിരിക്കുന്ന ആദ്യ പ്രസിദ്ധീകരണത്തിൽ എഴുതിയത് തന്നെ. അതിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഏറ്റവും നന്നായി നമ്മുടെ ഐക്യം സംരക്ഷിക്കുന്നത് എന്നതാണ് ഈ ലഘുലേഖയുടെ വിഷയം. വ്യക്തമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഐക്യം ഈ ലഘുലേഖയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സംഗതി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ യൂണിറ്റിയാണ്, ഐക്യം. അപ്പോ ബിൽ വിൽസൺ എടുത്ത് തന്നെ അത് ആമുഖത്തിൽ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഏറ്റവും നന്നായി നമ്മുടെ ഐക്യം സംരക്ഷിക്കുന്നത് എന്നതാണ് ഈ ലഘുലേഖയുടെ വിഷയം. ഒരു മദ്യാസക്തൻ 12 പടികൾ അയാളുടെ വ്യക്തി ജീവിതത്തിൽ പ്രയോഗിച്ചു തുടങ്ങുമ്പോൾ അയാളുടെ ശിഥിലീകരണം അവസാനിക്കുകയും വീണ്ടുമുള്ള കൂടിച്ചേരൽ ആരംഭിക്കുകയും ചെയ്യും. ബിൽ വിൽസൺ എഴുതിയിരിക്കുന്നതാണ്. ഇപ്പോൾ അയാളെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ശക്തി അയാളെ ചിതറിച്ചു കളയുന്ന ശക്തികളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്നു. എയുടെ ഗ്രൂപ്പിലും മുഴുവനായും ഇതേ തത്വം തന്നെ അനുവർത്തിക്കുന്നു. നമ്മെ ബന്ധപ്പെടുത്തി നിർത്തുന്ന കെട്ടുകൾ, നമ്മളെ പരസ്പരം ബന്ധപ്പെടുത്തി നിർത്തുന്ന ആ കെട്ടുപാടുകൾ നമ്മളെ ശിഥിലീകരിച്ചു കളയുന്ന, ചിതറിച്ചു കളയുന്ന ശക്തികളെക്കാൾ അത് ദൃഢമായിട്ട് ശക്തിയുള്ളതായിത്തീരുന്നു. എങ്കിലും അംഗങ്ങൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും പൊതുസ്ഥലത്തുള്ള പബ്ലിക് പ്രസ്റ്റീജ്, അതാണ് ആ വാക്ക്. ഇതിനു വേണ്ടി അംഗങ്ങൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും പൊതുവായിട്ടുള്ള ഒരു പബ്ലിക് പ്രസ്റ്റീജിന് വേണ്ടിയും വ്യക്തിപരമായിട്ടുള്ള അധികാരങ്ങളും ഒക്കെ പരിത്യാഗം ചെയ്യും.
ബിൽ വിൽസൺ ആൽക്കഹോളിക്സ് അനോണിമസിനെ അന്ന് മെൻഷൻ ചെയ്യുന്നത് ഈ മൂവ്മെന്റ് എന്നാണ്, ഈ മുന്നേറ്റം. ഒരു മുന്നേറ്റം എന്ന നിലയിൽ നമ്മൾ കൂട്ടായ ദാരിദ്ര്യം പരിശീലിക്കുന്നു. അതുകൊണ്ട് പണവും വസ്തുക്കൾക്കും വേണ്ടിയുള്ള വഴക്കടിയും ഒഴിവാക്കുന്നു. നമ്മൾ രാഷ്ട്രീയം, അത് കക്ഷി വിഭാഗം അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളെല്ലാം ഒഴിവാക്കുന്നത് കൊണ്ട് ഉള്ളിലുള്ള വേർതിരിവും ഉള്ളിലുള്ള വേർതിരിവിനും ഒരു പരിഹാരം ഉണ്ടാവുന്നു. അതിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്നു. ആ സംരക്ഷിച്ചു നിർത്തുന്ന ബിൽ വിൽസൺ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പബ്ലിക് പ്രസ്റ്റീജും വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്കും അധികാരത്തിനും അതൊക്കെ സാക്രിഫൈസ് ചെയ്യണമെന്നും, ഈ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ദാരിദ്ര്യം ഒക്കെ അത് മെൻഷൻ ചെയ്യുന്നു. ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ആത്മീയമായ അടിത്തറയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സഹോദരങ്ങൾക്ക്, സ്റ്റിൽ സഫറിങ് ആൽക്കഹോളിക്സിന് എയുടെ സന്ദേശം എത്തിച്ചു കൊടുക്കുക, അതും സൗജന്യമായും ഒരു കടപ്പാടും ആവശ്യമില്ലാതെ. അത് ഞാൻ ബിൽ വിൽസൺ ഇത് എഴുതിയിരിക്കുന്നത് 2021 ഞാൻ വായിക്കുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ഞാൻ മുൻപ് ഈ ലഘുലേഖ വായിച്ചിട്ടില്ല. 2021 ഇവിടെ ഇരുന്ന് ഈ ലഘുലേഖ വായിക്കുമ്പോൾ ആ 30കളിൽ എഴുതി വെച്ചിരിക്കുന്ന, ആ 40കളിൽ എഴുതിയ ഒക്കെ ഇത് എങ്ങനെ ഈ മനുഷ്യര് ഇത് എഴുതിയെന്നുള്ളതാണ്. അതായത് ഒരു 12ാം പടി പ്രവർത്തനം ചെയ്ത് ഇങ്ങോട്ട് വരുന്ന ഒരു വ്യക്തി, അത് നമ്മൾ 12 സ്റ്റെപ്പ് വർക്ക് സന്ദേശം കൊടുക്കുക എന്നുള്ള സൗജന്യം, അതോടൊപ്പം തന്നെ ഒരു കടപ്പാടും അയാളെന്ന് ആവശ്യമില്ല. ഇങ്ങനെ ആയാൽ മാത്രമേ നമ്മുടെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുള്ളൂ എന്ന് ബിൽ വിൽസൺ എഴുതിയിരിക്കുന്നു. സത്യമാണ്. നമ്മൾ യാതൊരു തരത്തിലുള്ള താൽക്കാലിക നേട്ടങ്ങൾ പോലും സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ പിന്നെ വലിയ പൈസയൊന്നും സ്വീകരിക്കേണ്ട വിഷയമേ വരുന്നില്ല. അതുപോലെ തന്നെ വിവാദപരമായിട്ടുള്ള അഫിലിയേഷൻസ്, ബന്ധപ്പെടലുകൾ, സാക്ഷ്യപ്പെടുത്തലുകൾ, നമ്മുടെ ചില അംഗങ്ങൾ വ്യക്തിപരമായ പബ്ലിസിറ്റിക്ക് വേണ്ടി റേഡിയോ, പ്രസ് എന്നിവയുടെ മുന്നിലൊക്കെ എത്താൻ പ്രലോഭിപ്പിക്കപ്പെട്ടേക്കാം. അദ്ദേഹം ഇവിടെ എഴുതുന്നു, നമ്മുടെ ഐക്യം പരമപ്രധാനമാകയാൽ ഇത്തരത്തിലുള്ള മനോഭാവങ്ങളും ചെയ്തികളും ഇത്തരത്തിലുള്ള മനോഭാവങ്ങളും ചെയ്തികളിലും ഒക്കെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. മനുഷ്യ സമൂഹത്തിലെ പല മുന്നേറ്റങ്ങളുടെ മനോവീര്യം ഇത്തരം മനോഭാവങ്ങളും ചെയ്തികളും തകർത്തിട്ടുണ്ട് എന്ന് ബിൽ വിൽസൺ എഴുതും. നമ്മള് ബഹുദൂരം മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മൾ വ്യത്യസ്തനായതുകൊണ്ടാണ്. നമ്മൾ അങ്ങനെ തന്നെ തുടരുകയും വേണം. ഞാൻ ഇത് വായിച്ചപ്പോ ജനറൽ സർവീസ് കോൺഫറൻസിൽ നിലവിളക്ക് വേണ്ട എന്ന് എൻ്റെ വായിൽ നിന്ന് വന്നത് തെറ്റായി പോയില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മൾ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ വ്യത്യസ്തരായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ തുടരുകയും വേണം. നമ്മൾ വ്യത്യസ്തരാണ്. നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു മതത്തിന്റെ സംഘടനയെ പോലെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് കൊണ്ടുവരാനല്ല. നമ്മൾ വ്യത്യസ്തമായിട്ട് നിന്നുകൊണ്ട് തന്നെ യുണീക്കായിട്ടുള്ള ട്രഡീഷൻസിനെ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് അന്തകാലത്ത് ബിൽ വിൽസൺ മെൻഷൻ ചെയ്യുന്നു. പക്ഷേ എയുടെ ഐക്യം ഈ ഓട്ടോമാറ്റിക്കായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. വ്യക്തിഗത മോചനം പോലെ തന്നെ നമ്മൾ അതിനുവേണ്ടി എല്ലായ്പ്പോഴും ശ്രമിക്കണമെന്നും പരിപാലിച്ചു പോകേണ്ടും. ബിൽ വിൽസൺ പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഐക്യം യാദൃച്ഛികമായി സംരക്ഷിക്കപ്പെട്ടതല്ല. വ്യക്തികള് എയുടെ 12 പടികൾ പരിശീലിച്ച് അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നത് പോലെ തന്നെ അതിനുവേണ്ടി എല്ലായ്പ്പോഴും ശ്രമിക്കണം, അതിന് ശ്രദ്ധിക്കണം, പരിപാലിച്ചു പോകേണ്ടതുണ്ട്. അപ്പോ ഇവിടെ നമുക്ക് ഇതിന് വേണ്ടത് ബിൽ വിൽസൺ തുറന്ന മനസ്ഥിതി, നിസ്വാർത്ഥത, ആത്മാർത്ഥത, സത്യസന്ധത, തുറന്ന മനസ്ഥിതി, നിസ്വാർത്ഥത, എല്ലാത്തിനും ഉപരിയായി ജാഗ്രതയും വേണം. ഇത് അബ്സല്യൂട്ടായിട്ട് ബിൽ വിൽസൺ പറയുന്നതാണ്. നമുക്ക് തുറന്നൊരു മനസ്ഥിതിയും സന്മനോഭാവവും നിസ്വാർത്ഥതയും ഉണ്ടായ മാത്രം പോരാ, മറിച്ച് ജാഗരൂകരായിരിക്കണം, ജാഗ്രതയും വേണമെന്ന് എഴുതിയിരിക്കും. എന്നിട്ട്
ബിൽ വിൽസന്റെ വല്ലാത്തൊരു എഴുത്ത. ഞങ്ങൾ പഴമക്കാർ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ അപേക്ഷിക്കുന്നു എന്നുള്ളത് ഇംഗ്ലീഷിലെ റിക്വസ്റ്റ് എന്നുള്ള വാക്കല്ല, ബെഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ പഴമക്കാർ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നതിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലും ഞങ്ങളുടെ അനുഭവങ്ങൾ സൂക്ഷ്മതയോടെ ഈ വിഷയങ്ങളിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധാപൂർവ്വം ആലോചിക്കണമെന്നാണ്. അതായത് ഒരു നമുക്ക് മനസ്സിലാകുന്നത് പോലെ ഒരു ബിൽ വിൽസൺ നമ്മളോടാണ് ഈ സംസാരിക്കുന്നത്. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പഴമക്കാർ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നതിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലും ഞങ്ങളുടെ അനുഭവങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ പരിഗണിക്കണം. ഒരു അംഗത്തിന്റെ സ്വഭാവ വൈകല്യങ്ങൾ അയാളുടെ സുബോധത്തിന്, ഒരു അംഗത്തിന്റെ സ്വഭാവ വൈകല്യം അയാളുടെ സുബോധത്തിനും മനസമാധാനത്തിനും എന്തുമാത്രം ഭീഷണി ഉയർത്തുന്നുവോ അതുപോലെ തന്നെ കൂട്ടായ്മയെ അപകടപ്പെടുത്തുന്ന കാര്യങ്ങളിലും ശ്രദ്ധ ഉണ്ടാവണം. ബിൽ വിൽസൺ തുടർന്ന് പറയുന്നത്, അദ്ദേഹം ഈ ലഘുലേഖ എഴുതാൻ ഇടയാക്കിയ ചില കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്ന പഴമക്കാരും അതുപോലെ തന്നെ ഗ്രൂപ്പുകളും. അപ്പോ അത് ഗ്രൂപ്പുകളുടെയും അതുപോലെ പൊതുജന സമ്പർക്ക രീതികളെ കുറിച്ചുമുള്ള എയുടെ 12 പാരമ്പര്യങ്ങളിലുള്ള അടങ്ങിയിട്ടുള്ള കൃത്യമായ വിവരം എഴുതാൻ, ഇവിടെ പോയിന്റ്സ് എന്നുള്ള വാക്ക് എഴുതാൻ എയുടെ സ്ഥാപകരിൽ ഒരാളായിട്ടുള്ള ബിൽ വിൽസന്റെ അടുത്ത് ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് അത് വ്യക്തികളുടെയും ഗ്രൂപ്പിന്റെയൊക്കെ സപ്പോർട്ട് കിട്ടുകയും അത് തുടർച്ചയായി നമ്മുടെ ഗൗരവമായ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ ഗ്രേപ്പോയിൻ എന്ന് പറയുന്ന നമ്മുടെ പുസ്തകത്തില് ഈ വിഷയങ്ങളെക്കുറിച്ച്, അതായത് പാരമ്പര്യങ്ങള് എഴുതുന്നതിന് മുമ്പ് ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങള് ബിൽ വിൽസൺ എഴുതാൻ തുടങ്ങി. അപ്പോ അദ്ദേഹം പറയുന്നത്, സ്വാതന്ത്ര്യം അന്വേഷിച്ച് നമ്മളെ ഭാവിയിൽ സമീപിക്കാനിരിക്കുന്ന 10,000-ങ്ങൾക്ക് ആശ്വാസം നൽകാൻ സ്ഥിരമായ ഐക്യം നമ്മിൽ ഇല്ലെങ്കിൽ സാധിക്കില്ല എന്ന് നമ്മൾ മറന്നുകൂടാ. അത് ഐക്യത്തിന്റെ പ്രസക്തി ഒന്നുകൂടെ 1930-40 എഴുതി വെച്ചിരിക്കുന്ന വാക്ക് 2021 എന്തുമാത്രം പ്രസക്തിയാണ്. സ്വാതന്ത്ര്യം അന്വേഷിച്ച് നമ്മളെ ഭാവിയിൽ സമീപിക്കാനിരിക്കുന്ന 10,000 പെർമനന്റ് യൂണിറ്റി എന്നുള്ള വാക്കാണ്. സ്ഥിരമായ ഐക്യം നമ്മിലില്ലെങ്കിൽ സാധിക്കില്ല എന്ന് നമ്മൾ മറന്നുകൂടാ. ആൽക്കഹോളിക്സ് അനോണിമസിനെ ആരും കണ്ടുപിടിച്ചതല്ല, അത് വളർന്നു വന്നതാണ്. തെറ്റിലൂടെയും ശരിയിലൂടെയും വളർന്ന് ശക്തമായ ആൽക്കഹോളിക്സ് അനോണിമസിനെ ആരും കണ്ടുപിടിച്ചതല്ല, അത് വളർന്നു വന്നതാണ്. തെറ്റിലൂടെയും ശരിയിലൂടെയും വളർന്ന് ശക്തമായ ഒരു അനുഭവ സമ്പത്തിലേക്ക് പതുക്കെ പതുക്കെ ഈ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് ആദ്യം ഒരു നയമായും പിന്നീട് പാരമ്പര്യമായി, ആദ്യം ഒരു പോളിസി പിന്നീട് ട്രഡീഷനായി. അപ്പോ ആ ഭാഗം വളരെ വ്യക്തമാക്കുന്നു. ഈ പ്രക്രിയ ഇപ്പോഴും തുടരുന്നു. ഈ പ്രക്രിയ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് കരുതുന്നു. അത് ബിൽ വിൽസന്റെ ഒരു പ്രവചന സ്വഭാവമാണ് അവിടെ കാണുന്നത്. അത് വളരെ ശരിയാണ്. പ്രധാനമായിട്ടുള്ള, അതായത് പെറ്റി നിയമങ്ങള്, നിരോധനങ്ങള്, നമ്മള് ഗ്രൂപ്പോ വ്യക്തികളോ ഒക്കെ ചിലപ്പോൾ അതിന്റെ ഇരയായേക്കാം. അപ്പോ നമ്മൾ അവസാന വാക്ക് പറയുന്ന ആളുകളായേക്കാം. അല്ലെങ്കിൽ നമ്മുടെ സങ്കുചിതമായ ആശയങ്ങൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ മാറി നിൽക്കൂ എന്നുള്ള രീതിയിൽ നമ്മുടെ രീതികൾ വരാം. ബിൽ വിൽസൺ പറയുന്നത് നമ്മുടെ വളർച്ച ഒരിക്കലും ആ രീതിയിൽ ആവരുതെന്നാണ്. അപ്പോ അദ്ദേഹം പറയുന്നത് സങ്കല്പിച്ചു നോക്കണം, നമ്മൾ ഓരോരുത്തരും സങ്കല്പിച്ചു നോക്കണം.
മറ്റുള്ളവരെ കുറിച്ചുള്ള അവസാന വാക്ക് പറയുന്ന ആളുകളായോ? അല്ലെങ്കിൽ നമ്മുടെ സങ്കുചിതമായ ആശയങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ മാറി നിൽക്കാൻ നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന രീതിയിൽ നമ്മൾ കാഠിന്യമുള്ളവരായോ? എന്നിട്ട് ബിൽ വിൽസൺ പറയുന്നത് നമ്മുടെ വളർച്ച ഒരിക്കലും ആ രീതിയിലാവരുത്. ജീവിക്കുന്നതിന്റെ പ്രശ്നങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ വിപുലമായ അനുഭവം നമുക്കുണ്ട്. ഇതിലൂടെ മുന്നോട്ട് വിജയകരമായി പോയിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ഭാവി സുരക്ഷിതമാവുകയുള്ളൂ. വ്യക്തിപരമായ തകർച്ചകൾ ഇനി ബന്ധനങ്ങളല്ല, മറിച്ച് നമ്മുടെ ശ്രദ്ധ എഐയുടെ ഭാവിയിലേക്കാണ്. നോക്കണേ, ഈ ആൽക്കഹോളിക്സ് അനോണിമസില് ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട്, ഈ മെറ്റീരിയൽ ആയിട്ടുള്ള ഭൗതിക നേട്ടങ്ങൾക്കല്ല ആത്മീയ വളർച്ചയ്ക്കാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ ഊന്നൽ കൊടുക്കുന്നതെന്ന് സാക്ഷാൽ ബിൽ വിൽസന്റെ വാക്കുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വ്യക്തിപരമായിട്ട് ഞാൻ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്താലും, എൻ്റെ കുടുംബ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ സാമ്പത്തിക തകർച്ചയുണ്ട്, എൻ്റെ വൈകാരിക പ്രശ്നങ്ങളുണ്ട്, എൻ്റെ മനോഭാവത്തിന്റെ ഒട്ടേറെ പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യൻ. പക്ഷെ അങ്ങനെ ഇരിക്കെ തന്നെ, അതെന്ത് തന്നെ ആയാലും ശരി, വ്യക്തിപരമായ തകർച്ചകൾ ഇനി ബന്ധനങ്ങളാവരുത്, മറിച്ച് നമ്മുടെ ശ്രദ്ധ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഭാവിയിലേക്കാണ്. നമ്മുടെ ഇടയിൽ എഐയുടെ ഐക്യം എങ്ങനെ സംരക്ഷിക്കപ്പെടാം, ഇതിൽ വ്യക്തികളുടെ ബലഹീനതകളോ ക്ലേശങ്ങളോ കഷ്ടപ്പാടിന്റെ സമയങ്ങളും ഒന്നും നമ്മുടെ പൊതുവായ ലക്ഷ്യത്തെ ബാധിക്കാൻ പാടില്ല. നമുക്കറിയാം, എഐ മസ്റ്റായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ. അല്ലെങ്കിൽ നമ്മളും നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള മദ്യപാനികളും പ്രതീക്ഷയറ്റ മറവിയിലേക്ക് അല്ലെങ്കിൽ നാശത്തിലേക്ക് യാത്രയാവും. അതില് ഇംഗ്ലീഷിലുള്ള വാക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു വാക്കാണ്. അത് ഞാൻ ഇംഗ്ലീഷ് ഒരു ഒബ്ലിവിയൻ എന്നുള്ള ഒരു കാച്ചാണ്. അത് മനോഹരമായിട്ടുള്ള, നമുക്കറിയാം നമ്മുടെ ബിൽ വിൽസന്റെ ഒക്കെ എഴുത്ത് നമ്മുടെ ചങ്കില് തുളഞ്ഞു കയറുന്ന ഒരുതരം എഴുത്താണ്. അപ്പോ അത്തരത്തില് ഒന്ന് ഉണ്ട് എന്ന് ബിൽ വിൽസൺ പറയുന്നു. പക്ഷെ ഇത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. എഐക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോയേ പറ്റൂ, അല്ലെങ്കിൽ നമ്മളും നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള മദ്യപാനികളും പ്രതീക്ഷ അറ്റ് മറവിയിലേക്ക് യാത്രയാവുന്നതാണ്. എന്തായാലും മിക്കവാറും എ അംഗങ്ങൾക്കും നമ്മുടെ ഗ്രൂപ്പിലെ പ്രശ്നങ്ങളെ കുറിച്ച് മിക്കവാറും എല്ലാ എ അംഗങ്ങൾക്കും ബിൽ വിൽസൺ പറയുന്നത് മിക്കവാറും എല്ലാ എ അംഗങ്ങൾക്കും നമ്മുടെ ഗ്രൂപ്പിലെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ കഴിയും. അടിസ്ഥാനപരമായി മിക്കവാറും നമ്മുടെ ബന്ധങ്ങളെ കുറിച്ചായിരുന്നു. അതെല്ലാം തമ്മിലും പുറം ലോകവുമായി ബന്ധപ്പെട്ടതും അവ എയുമായി ബന്ധപ്പെടും. ഉദാഹരണത്തിന് അയാളുടെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം, ആ ഗ്രൂപ്പ് എയെ മൊത്തത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ അതെല്ലാം ഇത് വ്യക്തമാക്കുന്നത് ഒരു ഗ്രൂപ്പ് നിലവിളക്ക് കൊളുത്താം, ഒരു ഗ്രൂപ്പ് നിലവിളക്ക് കൊളുത്തണ്ട. അപ്പോ ഒരാളുടെ കാഴ്ചപ്പാട് ആ ഗ്രൂപ്പിനെ സ്വാധീനിക്കുന്നു. ആ ഗ്രൂപ്പ് അവരുടെ കാഴ്ചപ്പാട് എയെ മൊത്തത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനുവേണ്ടി എന്താണ് ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ഇവിടെ പറയുന്നത്, നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഏത് മെമ്പറിന്റെ അടുത്ത് ചോദിച്ചാലും അയാൾക്ക് ആ ഗ്രൂപ്പിലെ ഒരു പ്രശ്നത്തെ കുറിച്ച്, ആ ഡെലിഗേറ്റ് ശരിയല്ല, ട്രസ്റ്റ് ശരിയല്ല, ആ ഗ്രൂപ്പിന്റെ മറ്റേ ഓൺലൈൻ ഗ്രൂപ്പ് ശരിയല്ല, ഈ ഓൺലൈൻ ഗ്രൂപ്പ് ശരിയല്ല. അപ്പോ എന്തുകൊണ്ട് ശരിയല്ലെന്നും അയാൾക്ക് പറയാൻ കഴിയും. അപ്പൊ ഇവിടെ ബിൽ വിൽസൺ പറയുന്നത് ഇതെല്ലാം നമ്മുടെ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാണ്. നമ്മുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാണ് ബന്ധങ്ങൾ. അത് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു ചെറിയ ഉപമ പറയുന്നത്, ഈ പ്രക്ഷുബ്ധമായ കടലിന് സമാനമായ ഇന്നത്തെ ആധുനിക സമൂഹത്തിന് ആണ് എയുടെ സ്ഥാനം. പ്രക്ഷുബ്ധമായ കടലിന് തിര അടിച്ച് കൊടുങ്കാറ്റ്, അവിടെയാണ് എയുടെ സ്ഥാനം. ഈ കപ്പൽ ഛേദമൊക്കെ പറ്റി കപ്പലിനും ബോട്ടിനൊക്കെ അപകടം പറ്റിയ ആളുകൾക്ക് ഒരു അഭയ കേന്ദ്രം പോലെയുള്ള ഒന്നാണത്.
ബിൽ വിൽസന്റെ വാക്കുകളാണ്. അപ്പോ ഇങ്ങനെയുള്ള ഇടത്തിലാണ് നമ്മള് നേതൃത്വത്തെക്കുറിച്ചും പണത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും വിഷയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. നമ്മുടെ ഭാവി എങ്ങനെ തീരുമാനിക്കപ്പെടുന്നത് വിവാദപരമായിട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെ തീരുമാനമെടുക്കും, പൊതു പറയുന്നു. വാസ്തവത്തില് ഒന്നാമത്തെ പാരമ്പര്യത്തില് പറയുന്ന കുറച്ച് വാക്കുകളാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഐക്യത്തിന്റെ വളരെ പ്രാധാന്യം ബിൽ വിൽസൺ അവിടെയും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരു പ്രക്ഷുബ്ധമായ കടലില് അതുപോലെയുള്ള ഒരു സൊസൈറ്റി, അതിന്റെ നടുക്ക് നിൽക്കുന്നത് ഒരു എന്നുള്ള സങ്കല്പം. അപ്പൊ കുഴഞ്ഞു മറിഞ്ഞു വരുന്ന ആൾക്കാര്, അവര് പ്രതീക്ഷയറ്റ മദ്യപാനികൾ നമ്മളെ തേടി വരുമ്പോ നമ്മൾ ആവേശപൂർവം ഡെലിഗേറ്റുമാരുടെ തെരഞ്ഞെടുപ്പും, നമ്മൾ ആവേശപൂർവം മത്സരവും, നമ്മൾ ആവേശപൂർവം ആരാണ് മെച്ചപ്പെട്ട സുബോധാവസ്ഥ, ക്വാളിറ്റി ആർക്കാണുള്ളത്, ക്വാണ്ടിറ്റി ആർക്കാണുള്ളത് തുടങ്ങിയ ചപ്പന്നും ചവറന്നും എണ്ണാവുന്ന വിഷയങ്ങളെ കുറിച്ച് ഡിബേറ്റ് ചെയ്യും. ബിൽ വിൽസൺ പറയുന്നത് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഭാവി തീരുമാനിക്കപ്പെടുന്നത് വിവാദപരമായ കാര്യങ്ങളിൽ എങ്ങനെ തീരുമാനമെടുക്കുന്നു, പൊതുജന സമ്പർക്ക രീതി എങ്ങനെ എന്നുള്ളവയെ ആധാരമാക്കിയായിരിക്കും. നമ്മുടെ അവസാന വിധി തൂങ്ങി നിൽക്കുന്നത് അപകടം നിറഞ്ഞു നിൽക്കുന്ന ഇത്തരം വിഷയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിലായിരിക്കും. നമ്മുടെ ചർച്ചയിലെ ക്രക്സ് ഇതാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞ 10 അനോണിമിറ്റി ഉൾപ്പെടെ, അനാമധേയത്വത്തെ കുറിച്ച് ഉൾപ്പെടെ, ആരാണ് അംഗം എന്ന വിഷയത്തെക്കുറിച്ച് ഉൾപ്പെടെയുള്ള ലഘുലേഖയിലേക്ക്, ആ ലേഖനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം കാച്ചി കുറുക്കുന്നത് നമ്മുടെ ചർച്ചയിലെ ക്രക്സ്, കേന്ദ്ര ബിന്ദു ഇതാണ്. നമ്മുടെ നയങ്ങൾ രൂപീകരിക്കാനുള്ള അനുഭവ സമ്പത്തായോ? നമ്മുടെ പ്രധാന പരിഗണന നമുക്ക് പൊതുവിലുള്ള തത്വങ്ങൾ പ്രഖ്യാപിക്കാൻ കഴിയുമോ? ഇത് ഓരോ അംഗത്തിന്റെ മനസ്സിൽ നിലനിർത്താൻ കഴിയുമോ? അയാളുടെ തന്നെ ആഴത്തിലുള്ള തിരിച്ചറിവിൽ നിന്ന്. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു സന്യാസിയാണെന്ന് തോന്നുന്നത് ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ എൻ്റെ യാത്ര ഇത്രത്തോളം അറിവില്ലായ്മയും ഒക്കെ കാണിച്ച് ബഹളം ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ്. ഇന്ന് രാത്രി എൻ്റെ സഹോദരങ്ങളുടെ അടുത്തിരുന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തൊട്ട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ബിൽ വിൽസൺ അന്ന് എഴുതിയ ഈ വാക്കിന്റെ അർത്ഥം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അദ്ദേഹം 12 പാരമ്പര്യങ്ങളെ കുറിച്ചുള്ള ലഘുലേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ 12 പാരമ്പര്യങ്ങളും എങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ അത് കടലാസിലോട്ട് പകർത്തുന്ന ആ വേളകളിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഗതി, നമുക്ക് പൊതുവിലുള്ള ഈ തത്വങ്ങൾ പ്രഖ്യാപിക്കാൻ കഴിയുമോ, 12 ട്രഡീഷൻസ് പ്രഖ്യാപിക്കാൻ കഴിയുമോ? അത് അന്നത്തെ സമയത്ത്. എന്നിട്ട് അദ്ദേഹം പറയും, ഇത് ഓരോ അംഗത്തിന്റെ മനസ്സിൽ നിലനിർത്താൻ കഴിയുമോ? അയാളുടെ തന്നെ ആഴത്തിലുള്ള തിരിച്ചറിവിൽ നിന്ന്. അതെന്റെ ജീവിതത്തില് അത് സത്യമാണ്, നിലനിർത്താൻ പറ്റും. സഹ അംഗങ്ങളുടെ സമ്മതം കിട്ടുമോ? ഇതാണ് ചോദ്യം. അപ്പോ നമ്മളെ കുഴക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എല്ലായ്പ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് 12 പാരമ്പര്യങ്ങളുടെ പ്രയോജനം ഈശ്വര സഹായത്തോടെ നമുക്ക് എതിർപ്പുള്ള വിപരീതമായ ഏത് സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിച്ചു നിർത്തുമെന്ന്. പഴയ കാലത്തെ സുഹൃത്തുക്കളുടെ നിരന്തരമായ ആവശ്യം കൊണ്ടും പൊതുവിലുള്ള ഗ്രൂപ്പുകളുടെ ബോധ്യം കൊണ്ടും അംഗങ്ങളുടെ സമ്മതം കൊണ്ടും ഒക്കെ ഇപ്പോൾ ഇത് സാധ്യമായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ പുസ്തകത്തില്, നമ്മുടെ ലഘുലേഖയില് പിന്നെ അതിന്റെ ഫോർവേഡില് അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഫോർ ആൻ ആൽക്കഹോളിക്സ് അനോണിമസ് ട്രഡീഷൻ ഓഫ് റിലേഷൻസ് 12 points ടു അഷ്യൂർ അവർ ഫ്യൂച്ചർ. അത് നമ്മുടെ ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള യുടെ പാരമ്പര്യങ്ങൾ. അതില് 12 നിർദ്ദേശങ്ങൾ നമ്മുടെ ഭാവി നമുക്ക് ഉറപ്പ് തരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ ലഘുലേഖയില് നമ്മുടെ അനുഭവങ്ങൾ പഠിപ്പിച്ചത് എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പാരമ്പര്യങ്ങളും അതിന്റെ ലോങ് ഫോം
ഞാനത് ഈ ലഘുലേഖയിൽ ഉള്ളതുപോലെ ഞാനതിപ്പോ ഞാനത് വായിക്കുന്നില്ല. കാരണം നമുക്ക് അത് അത്രയും നമുക്ക് നമ്മുടെ കയ്യിൽ പുസ്തകമുണ്ട്. നമ്മുടെ കയ്യിലുള്ള 12 പടികളും പാരമ്പര്യങ്ങളും എന്ന പുസ്തകത്തിൽ പാരമ്പര്യങ്ങളുടെ ദീർഘരൂപം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് ഇത് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അതിൽ വലിയ ഒരു മാറ്റം ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു പേജ് ഒന്ന് രണ്ട് ആ സാധനങ്ങൾ പ്രിന്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ പാരമ്പര്യത്തിന്റെ ദീർഘരൂപം പ്രിന്റ് ചെയ്തിരിക്കുന്ന ലഘുലേഖയുടെ ഭാഗം വിട്ട് കളഞ്ഞിട്ട് അതോടുകൂടി തന്നെ ബിൽ വിൽസന്റെ ഇതിന്റെ ആമുഖവും അവസാനിക്കുകയാണ്. തുടർന്ന് ബിൽ വിൽസൺ ഈ പുസ്തകത്തിന്റെ ഈ ലഘുലേഖയിലെ ഓരോ ലേഖനങ്ങളിലേക്കും കടക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ വിഷയം ഹൂ ഈസ് എ മെമ്പർ ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ്, ആരാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗം. 1946 എഴുതിയ ലേഖനം